ചെറിയ പണി കിട്ടി. അപ്പൊ നമ്മള് വട്ടവടയുള്ള ഹെൽത്ത് സെന്ററിലൊന്ന് കയറി ഭൂമിയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ഭൂമിയുടെ തൊട്ടും ഒരു കാട്ടുപോത്തുകൾ മേയാൻ പറ്റും. ഏകദേശം ഒരു അരമണിക്കൂറോളം കൊറിയോഗ്രാഫർ അരുൺ ഇവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുന്നു. കയ്യില് ഒരു കൈക്കുഞ്ഞുമായിട്ട് അവന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഈ 3 പേരെ കൊണ്ട് ഒരു ചെറിയ സ്റ്റെപ്പ് കളിപ്പിക്കാൻ പെടുന്ന പാഠം. ഒന്ന് തെക്കോട്ടെടുക്കുമ്പോൾ ഒന്ന് വടക്കോട്ടെടുക്കും, ഒന്ന് വടക്കോട്ടെടുക്കുമ്പോൾ ഒന്ന് തെക്കോട്ടെടുക്കും. നമ്മൾ കൊടുക്കുന്ന പൈസ 5000 രൂപ കൊടുത്ത റൂമാണ് ഇത്. നമുക്കൊരു നീറ്റ് ആൻഡ് ടൈഡ്നെസ് ഫീൽ ചെയ്യില്ല, വൃത്തി ഫീൽ ചെയ്യില്ല. ഒപ്പം ഫ്ലഷ് ഒന്നും ഒരു റൂം നമ്മുടെ അടുത്തെ 1 ബെഡ്റൂമിലെ ആ റൂമിൽ ഫ്ലഷ് പോലും വർക്ക് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയുള്ള കുറേ നെഗറ്റീവ് റിവ്യൂസാണ് എനിക്കിതിൽ പറയാനുള്ളത്. പക്ഷേ ലൊക്കേഷൻ അടിപൊളിയാണ്. ഇതിൽ നിന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ കുറച്ച് നേരം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് സ്പെൻഡ് ചെയ്തപ്പോൾ ഇവിടുത്തെ ഒരാളിഞ്ഞ് കയറി വന്നിട്ടുണ്ട്. നീയൊന്നും പോണില്ലേടേ എന്ന മട്ടിൽ. നമ്മുടെ മുഫാസ സിനിമയിലെ റഫീഖിയുടെ ആളാണ്. ചതിച്ചാശാനെ ചതിച്ച്, ഗൂഗിൾ മാപ്പ് വീണ്ടും ചതിച്ച്. ഒരു 100 വട്ടം മൂന്നാർ വന്നിട്ടുണ്ട്. കഷ്ടകാലത്തിന് പാമ്പാടും ശോല എന്നാണ് ഗൂഗിൾ മാപ്പിൽ പിടിച്ചു വെച്ചത്. ഏതോ വഴി. ഇത് ഇന്ത്യയാണ്, കേരളമാണ്, പാകിസ്ഥാനാണ്, ഒരു ഐഡിയ. അങ്ങനെ ഏതൊക്കെയോ വഴിയിലൂടെ ഗൂഗിൾ മാപ്പ് ഞങ്ങളെ അവസാനം മൂന്നാർ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ 2 മണി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷമാണ് പാമ്പാടും ചോലയിലേക്ക് പോയത്. കാര്യം പിന്നെ അങ്ങോട്ട് പോയാൽ നമുക്ക് വേറെ കടകളോ ഒന്നും കാണില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വട്ടവടയിലേക്ക് പോവേണ്ടി വരും. പിന്നെ പാമ്പാടും ചോല, വട്ടവട അങ്ങോട്ടേക്ക് പോകുന്നവരാണെങ്കിൽ 4 മണിക്ക് മുന്നേ തന്നെ നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിരിക്കണം. 4 മണി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടേക്ക് കടത്തി വിടുകയില്ല. ചെക്ക് പോസ്റ്റ് എത്തുമ്പോൾ നമ്മൾ വണ്ടി നിർത്തി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതി കൊടുക്കണം. പിന്നെ നമ്മൾ പാമ്പാടും ചോലയിൽ താമസിക്കുന്നതിൻ്റെ കൺഫർമേഷൻ ലെറ്ററൊക്കെ കാണിച്ചതിന് ശേഷം മാത്രമേ നമ്മളെ ഉള്ളിലേക്ക് കടത്തി വിടുകയുള്ളൂ. ഇവിടെ നിന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് പിന്നെ ഒരു 3 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മനോഹരമായ പാമ്പാടും ചോലയിൽ എത്തുന്നതാണ്. ലൊക്കേഷനൊക്കെ കിടിലനായിരുന്നു. പക്ഷേ സ്റ്റേ അത്ര വലിയ കിടിലമൊന്നും അല്ലായിരുന്നു. അതിനെപ്പറ്റി വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ വേറൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇവിടെ BSNL മാത്രമേ റേഞ്ചുള്ളൂ. അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വൈഫൈ കണക്ഷനും അവൈലബിൾ അല്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഫോറസ്റ്റിനുള്ളിൽ സ്റ്റേ ചെയ്യണം അല്ലേ തന്നെ? മിലയിലെ ഇവിടെ ഇപ്പൊ ഒരു കരിങ്കുരങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നിറയെ കുരങ്ങന്മാരുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വേറെ കുറെ അനിമൽസ് വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ റേഞ്ച് ഇല്ല. ഇതിപ്പോ നമ്മള് പാമ്പാടും ശോലയിലാണ്. ഹായ് സിധു. നമുക്ക് നമ്മുടെ റൂമൊക്കെ ഒന്ന് കാണാം. ഇതാണ് അവിടുത്തെ റെസ്റ്റോറൻറ്റ്. പാലില്ല, കട്ടൻ ചായയും കട്ടൻ കാപ്പിയും മാത്രമേ ഉള്ളൂ. നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഇത് ഇലക്ട്രിക് ഫെൻസ് ആണെന്ന് തോന്നുന്നു. നമ്മൾ വന്ന വണ്ടി ഇത് ഒരു റൂമാണ് തോന്നുന്നു. നമ്മുടെ റൂംസൊക്കെ ഒന്ന് കാണാം. നമ്മളിപ്പോ പാമ്പാടും ശോല എന്ന് പറയുന്ന സ്ഥലത്താണ്. വനത്തിനകത്താണ്. പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ. അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇവിടെ നിൽക്കാൻ. നമ്മൾ വലിയൊരു പ്രീമിയം റിസോർട്ടിലോ അല്ലെങ്കിൽ വലിയൊരു ഹോട്ടലിലോ വന്ന് സ്റ്റേ ചെയ്യുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഇവിടെ വരരുത്. ചായ തന്നെ കട്ടനാണ്. കട്ടൻ ചായക്ക് ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്. ഈ നമ്മൾ ഈ ചൂടത്ത് ഈ തണുപ്പത്ത് കട്ടനാണ്. പിന്നെ ഇവിടെ കറണ്ട് ഇല്ല, സോളാർ പവറാണ്.
മൊബൈൽ ചാർജ് ചെയ്യുന്നത് പോലും വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യണം. ഒരു വേറിട്ടൊരു അനുഭവം. പക്ഷേ ഇവിടെ നിന്നുള്ള വ്യൂ അതിപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും. പാമ്പാടി ഷോലയില് നൈറ്റ് ഏകദേശം എത്താറായി. വൈകുന്നേരം സമയം. ഞങ്ങൾ സ്റ്റേ ചെയ്യണതിന് തൊട്ടടുത്ത് ഒരു കാട്ടുപോത്ത് വന്ന് പതുക്കെ ഇതാണ് വൈബ്. എല്ലാരും കൂടെ കാട്ടുപോത്തിനെ കാണാനായിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. ഓ മക്കളെ കുഴിയാണേ. എടേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഭൂമിയിൽ വെളിയിലോട്ടിറങ്ങുമ്പോൾ രാത്രി കാട്ടുപോത്തിനെയൊക്കെ കണ്ട സെയിം പ്ലേസ് ആണിത്. ഇപ്പോൾ രാവിലെ ആയപ്പോൾ ആരുമില്ല, എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വന്ന താറിനെ എടുത്തിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. നല്ലൊരു ഒരു ലൊക്കേഷനായിട്ട് എനിക്ക് തോന്നി. കാര്യം ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനൊക്കെ പറ്റിയൊരു പ്ലേസാണ്. ഇനി തൊട്ടപ്പുറത്ത് തനൂസ് രാവിലെ ഇറങ്ങി തന്നെ എക്സ്പ്ലോറിങ് ആരംഭിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് കുറച്ച് ദൂരമൊക്കെ പോയി നിന്ന് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. അവളിപ്പോൾ വലിയ ടീനേജൊക്കെ ആയെന്ന് തോന്നലാണ്. ഇപ്പോൾ എല്ലാം ഒറ്റയ്ക്ക് നിന്ന് ചിന്തകൾ, ആലോചനകൾ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. എടി മാക്രി, എന്തോന്നാണ് ഇത്ര ആലോചിക്കാൻ? എവിടെ എങ്ങനെ എത്തുന്നു?
അവിടെ എന്തിനാ പോണേ? ഇപ്പോഴും കുഞ്ഞു മാക്രി തന്നെയാണ്. കുരങ്ങനെ കാണാനായിട്ട് കാട്ടിൽ കയറാനുള്ള പരിപാടിയാണ് അവിടെ. ബീനത് എന്തോ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ ഇത്? മഞ്ഞ് വീണത്. ഊതി പറത്താൻ പോവാണ്. പറക്കുന്നു. അവർക്ക് രാവിലെ എന്നെ ചെറിയ ശ്വാസം പൊട്ട് വന്നിട്ടുണ്ട്. ദാറ്റ്സ് റിയലി ഗുഡ്. ദീതപ്പൻ കാട്ടിലെ മങ്കി അന്വേഷിച്ചുള്ള പോക്കാണ്. അങ്ങ് പോകൂടാടേ. നീ എങ്ങോട്ടാ പോണേ ദീതു? എന്തിനാ അങ്ങോട്ട് പോണേ? ഇവിടെ എല്ലാം കാട്ടുപോത്ത് രാവിലെ വന്ന് സ്ഥലങ്ങളാണ് കണ്ടോ. ഇവിടെ എല്ലാം കാട്ടുപോത്ത് വിഹരിക്കുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം. ഇതാണ് മോർണിംഗിലെ പാമ്പാടും ചോലയിലെ കാഴ്ച. പിന്നെ കുറ്റിയിരുന്ന് ഫോട്ടോ എടുത്തതാണ് കേട്ടോ. അവൾ വേറെന്തോ ഒരു ചെടി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത് ചെടിയാണ് മാഡം? എന്തോ ഒരു കാരണം പഠിച്ച് തിന്നളായിരുന്നു. കാട്ടുകായായിരിക്കും. കാട്ടുപോത്ത് വന്നിട്ട് പോലും കഴിക്കാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ വേറെന്തോ ഉണ്ട്. ഓ, അവള് വലിയ സ്വിറ്റ്സർലാൻഡുകാരിക്കും. എന്ത് പറഞ്ഞാലും സ്വിറ്റ്സർലാൻഡിലെ കഴിച്ചാരി പിടിച്ചോളും. ഈ മഞ്ഞപ്പൂക്കളാണ് ഈ പൂവിന്റെ ഈ പൂവല്ല ഉണ്ടായിരുന്നത്, വേറെ ടൈപ്പ് മഞ്ഞയാണെന്ന് കരുതി എല്ലാ മഞ്ഞപ്പൂവും സ്വിറ്റ്സർലാൻഡിലെ പൂവാകും. അയ്യോ, കാട്ടുപോത്തിന്റെ ചവിട്ടി ചവിട്ടി. ഇവിടുത്തെ ഏറ്റവും വലിയ ഇതൊരു പ്രൈം ലൊക്കേഷനാണ് കേട്ടോ. അതായത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് ഈ സ്ഥലം. പക്ഷേ എങ്കിൽ ഞങ്ങൾക്ക് നെഗറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ബാത്റൂം ഒന്നിൽ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല, പിന്നെ ഒന്നും നീറ്റല്ല. ഇത്രയും നല്ല സ്ഥലത്തിന് അല്പം നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് ആൾക്കാർക്ക് കീപ്പ് ചെയ്യാമായിരുന്നു. അതായത് ഇവിടുത്തെ അധികാരികൾക്ക് അത് കീപ്പ് ചെയ്യാമായിരുന്നു. എനിക്ക് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നതിന് ഇവിടെ വന്നവർ നല്ല പോസിറ്റീവായിട്ട് റിവ്യൂ ചെയ്തത്. ഇത്രയും നല്ല സ്ഥലത്തുള്ള ഈ രണ്ട് പ്രോപ്പർട്ടി അവർ വളരെ വേസ്റ്റ് ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇവിടെ നിന്ന് തോന്നിയത്. ഇവിടെ ഉള്ള ഓരോ റൂംസ് ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം. ഇതാണ് കുറിഞ്ഞി. ഇതൊരു 2 bedroom 1 bedroom-ആണ്. അതായത് 2-3 പേർക്ക് സുഖമായിട്ട്, ഒരു കുട്ടിയും 2 മുതിർന്ന ആൾക്കാർക്കും സുഖമായി ഇതിനകത്ത് നിൽക്കാം. ഇത് സിയാത്തെ, ഇതിനും സെയിം ആണ്. 1 bedroom-ആണ്. 2 പേർക്കും ഒരു കുഞ്ഞിനും ഇതിനകത്ത് സുഖമായിട്ട് നിൽക്കാം. അതിന്റെ ഫ്രണ്ടിൽ ഒരു വരാന്തയൊക്കെ ഉണ്ട്. ഈ വരാന്തയിലാണ് ഞങ്ങൾ ഇന്നലെ നിന്ന് കാട്ടുപോത്തിനെ കണ്ടത്. ഇവിടെ തൊട്ട് ഫ്രണ്ടിലാണ്. ഇവിടെയാണ് കാട്ടുപോത്ത് ഇന്നലെ വന്ന് മേഞ്ഞിട്ട് പോയി. ഇനി അടുത്ത റൂം, ഞങ്ങൾ 3 റൂംസാണ് ഞങ്ങൾ എടുത്തത്. ഞങ്ങൾ എടുത്ത 3ാമത്തെ റൂമാണ് മാർട്ടി. അപ്പൊ ഇത് വലിയ റൂമാണ്. ഇത് 5 പേർക്കുള്ള റൂമാണ്. ഇവിടെ ഒരു റൂമും ഇവിടെ വേറെ റൂം. ഇവിടെയും എല്ലാ സൗകര്യവും, തലങ്ങണയും ബ്ലാങ്കറ്റും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ 2 പേർക്കും, അപ്പുറത്തെ മുറിയിൽ 3 പേർക്ക് വേണ്ടി 5 പേർക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. ഇവിടെ ചെറിയൊരു വാഷ് ബേസിനുണ്ട്. ബാത്റൂമൊക്കെ അല്പം ശോകമാണ്. ഇതൊരു എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്യാനേ ഇങ്ങോട്ട് വരാമോ. അതായത് പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്കൗട്ടിനൊക്കെ പോകാറില്ല, സ്കൗട്ട് NCCക്കൊക്കെ നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോകുമ്പോൾ എത്രയൊക്കെ പരിമിതമായ സൗകര്യങ്ങളുണ്ടോ അത്രയും സൗകര്യങ്ങളെ ഇവിടെ നിങ്ങൾ പ്രതീക്ഷിക്കാവും. പക്ഷേ ഈ ജനലിൽ കൂടെ ഉള്ള വ്യൂ ഒക്കെ സൂപ്പർ വ്യൂ ആണ്. ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ എല്ലാം കാട്ടുപോത്തുകളായിരുന്നു. അങ്ങ് ദൂരെ നിങ്ങളൊരു 5 പേര് ചേർന്നാണ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണമെങ്കിൽ ഈ ഒരൊറ്റ റൂം മതിയാവും. ഇതിൽ 5 പേർക്ക് സുഖമായിട്ട് ഇതിനകത്ത് നിൽക്കാം. ഉള്ളി കൺസേൺ ഞാൻ പറഞ്ഞതാണ്. ഇവിടെ ഒരു വൃത്തി നമുക്ക് കൊടുക്കുന്ന പൈസ 5000 രൂപ കൊടുത്ത റൂമാണ് ഇത്. നമുക്കൊരു നീറ്റ് ആൻഡ് ടൈഡ്നെസ് ഫീൽ ചെയ്യില്ല, വൃത്തി ഫീൽ ചെയ്യില്ല. ഒപ്പം ഫ്ലഷ് ഒന്നും ഒരു റൂം നമ്മളെടുത്ത 1 bedroom-ലെ റൂമിൽ ഫ്ലഷ് പോലും വർക്ക് ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയുള്ള കുറേ നെഗറ്റീവ് റിവ്യൂസാണ് എനിക്കിതിൽ പറയാനുള്ളത്. പക്ഷേ ലൊക്കേഷൻ അടിപൊളിയാണ്. ഇതിൽ നിന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഗവൺമെൻറ് ഈ ഒരു പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ ഇതൊരു കിടു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ വരുന്നവർക്കെല്ലാം. ഓ, വലിയ 2 ഡോഗ്സ് വരുന്നുണ്ട് കേട്ടോ. ഇത് കൂടിയ ടീംസാണ്. കാട്ടുപട്ടികളാണ്, അതേ ഇവിടെ വളർത്തുന്ന പട്ടികളാണോ എന്നൊന്നും അറിയില്ല. റോഡിൽ കൂടെ വരുമ്പോൾ അതിനെ കാണാൻ തന്നെ നല്ല ലുക്കുണ്ട്. ഞാൻ അങ്ങോട്ട് പോയി നോക്കാം. ഇതിന് ഫോറസ്റ്റിൻ്റെ ഡോഗാണ്, അത് ഇവിടുത്തെ തെരുവ് ഡോഗ്സ് ആണോ എന്നൊന്നും അറിയില്ല. നല്ല സൈസുണ്ട് ഡോഗ്സ്. മഞ്ഞുള്ള നാട്ടിലെ അല്ലെങ്കിൽ മഞ്ഞാണല്ലോ ഇവിടെ, മഞ്ഞും തണുപ്പുമാണല്ലോ. ഇവിടെ ഉള്ള ഡോഗ്സിനൊക്കെ ഇത്രയും സൈസ് ഓട്ടോമാറ്റിക്കലി വരുമോന്നും അറിയില്ല. ഒരു തെരുവ് നായിയുടെ ലുക്ക് അല്ല അതിന്. ഒന്നങ്ങ് മുകളിൽ പോയി നിൽക്കുകയാണ്, അങ്ങ് മുകളിലോട്ട് ഇരിപ്പുണ്ട്. കാട്ടിൽ കയറി വിളിച്ചിരിക്കും. രണ്ടാമത്തവൻ ഇത് സ്ട്രീറ്റ് ഡോഗ്. സ്ട്രീറ്റ് ഡോഗ് ആണ്, പക്ഷേ ഈ മഞ്ഞ ആയതുകൊണ്ടായിരിക്കും, മഞ്ഞും തണുപ്പും ആയതുകൊണ്ടായിരിക്കും അത്യാവശ്യം നമ്മൾ വരുന്ന റോഡ്. ഇതൊക്കെ ഇന്നലെ രാത്രി ഞാൻ ആ കാട്ടുപോത്ത് നിൽക്കുന്ന വീഡിയോസ് എടുത്തതാണ്. പക്ഷെ ഇത് രാവിലെ കാണാനാണ് എനിക്ക് കൂടുതൽ ഭംഗിയായിട്ട് തോന്നുന്നത്. ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരം നമ്മൾ ഉള്ളിലേക്ക് നടക്കാനിറങ്ങി. ഇതൊക്കെ നല്ല പുൽമേടുകളാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അവർക്ക് ഇവിടെയൊക്കെ ഓടിച്ചാടി നടക്കാനും ഇതിലൂടെ നടക്കാണ്ട്. അവർക്ക് ഞാൻ റൂമിൻസിൻ്റെ വീഡിയോസ് എടുത്തപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും വെളിയിലൊക്കെ ഒന്ന് നടക്കാറിറങ്ങി. അപ്പോൾ അബീനതോ കാട്ടിൽ നിന്ന് എന്തൊക്കെയോ നുള്ളിപ്പറക്കി എടുക്കുന്നു. എവിടെ കരിങ്കുരങ്ങ? എവിടെ? ഓക്കെ, അബീന കരിങ്കുരങ്ങിനെ കണ്ടെന്നാ പറയുന്നത്. നമുക്ക് കരിങ്കുരങ്ങിനെ നോക്കിയിട്ട് വരാം. തനുവും ദീതുവും. എന്താ ഉദ്ദേശം? ഹലോ, ഇവിടെ അങ്ങോട്ട് സ്ലൈഡ് ചെയ്യണം, അതാണ് ഉദ്ദേശം. ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ലൈഡ് ചെയ്യാൻ ഡ്രസ് ഇല്ല മോനെ. വേറെ സ്ലൈഡ് ചെയ്താൽ പിന്നെ എടുക്കാൻ പറ്റില്ല, പിന്നെ സുഭാഷ് ആവും. അത് കണ്ട, ചിലപ്പോ വെള്ളം ആയിരിക്കും. ആ, ഞങ്ങൾ ഇവിടെ കുറച്ചു നേരം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് സ്പെൻഡ് ചെയ്തപ്പോൾ ഇവിടത്തെ ഒരാളിഞ്ഞ് കയറി വന്നിട്ടുണ്ട്. നീയൊന്നും പോണില്ലേടേ എന്ന മട്ടിൽ. നമ്മുടെ മുഫാസ സിനിമയിലെ റഫീഖിയുടെ ആളാണ്. പക്ഷേ അവൻ ഇങ്ങോട്ടോ പോയി കേട്ടോ, കാട്ടിലോട്ട് ചാടി കൊടുത്തു. ഏകദേശം ഒരു അരമണിക്കൂറോളം കൊറിയോഗ്രാഫർ അരുൺ ഇവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുന്നു. കയ്യിൽ ഒരു കൈ കുഞ്ഞുമായിട്ട് അവന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി. ഈ 3 പേരെ കൊണ്ട് ഒരു ചെറിയ സ്റ്റെപ്പ് കളിപ്പിക്കാൻ പെടുന്ന പാടാണ്. ഒന്ന് തെക്കോട്ട് എടുക്കുമ്പോൾ ഒന്ന് വടക്കോട്ട് എടുക്കും, ഒന്ന് വടക്കോട്ട് എടുക്കുമ്പോൾ ഒന്ന് തെക്കോട്ട് എടുക്കും. ഇതെല്ലാം കണ്ട് ക്ഷമിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയത് ആ 3 കുട്ടീസ് ഇവിടെ നിൽക്കും. ഒരുത്തൻ എന്റെ കൂട്ടത്തിലുള്ള ഒരാളത്തോ വെറുത്തങ്ങ് ബാക്കിൽ പോയി കസേരയിൽ പോയി അവിടെ ഇരുന്ന് നിങ്ങൾ എന്താ ചെയ്യാന്നുള്ള മട്ടിൽ അവിടെ. ഇതെല്ലാം കണ്ട് വെറുത്തുകൊണ്ട് വേറൊരാൾ കാട്ടിനാണ്. അതാണ് നമ്മുടെ റഫീഖിയുടെ പിറകെ ഞാൻ ഒന്ന് പോയി നോക്കാം. റഫീഖി നിങ്ങൾ കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. മുഫാസയില്ല, റഫീഖി എന്നുള്ള ഭംഗിയാണ്. റഫീഖിന്റെ അടുത്തേക്ക് റഫീഖി എസ്കേപ്പായി. ഇനി അതിന്റെ ടെറിട്ടറിയിലേക്ക് ഞാൻ കയറുന്നില്ല. ടാറ്റ. ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടില്ല. ഡാൻസ് കളിക്കും. ഡാൻസിന്റെ പ്രാക്ടീസ് ഇവിടെ തുടർന്നുകൊണ്ടേയിരിക്കും. തുള്ളിച്ചാടി നടന്ന അബീനയ്ക്ക് ചെറിയ പണി കിട്ടി. അവിടുത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു പാമ്പാടും ചോലയുടെ ഫോറസ്റ്റിന്റെ റൂം ഒട്ടും വൃത്തിയില്ല. അപ്പൊ ബ്ലാങ്കറ്റ് കാണാൻ കുഴപ്പമില്ലായിരുന്നു. ബ്ലാങ്കറ്റിലെ പൊടി അത് അബീനക്ക് അലർജിയാണ്. ചെറിയ പണി കിട്ടി. അപ്പൊ നമ്മള് വട്ടവടയുള്ള ഹെൽത്ത് സെന്ററിലൊന്ന് കയറി, ഗവൺമെന്റ് ഹെൽത്ത് സെന്റർ. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അവിടുത്തെ. എബിലൈസ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടുത്തെ ഈ ഹെൽത്ത് സെന്റർ, ഇത്രയും വില്ലേജിൽ ഇതുപോലെ ഒരു ഹെൽത്ത് സെന്ററും ഇവിടെ നല്ലൊരു ഡോക്ടറും അത്യാവശ്യം കെയർ കൊടുക്കുന്ന രീതിയിൽ ഉള്ള ട്രീറ്റ്മെന്റും കിട്ടി എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഒരു
കേരള ഗവൺമെന്റിന്റെ ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഇവിടെയുള്ള ഒരുപാട് വില്ലേജിലുള്ള അല്ലെങ്കിൽ ഗ്രാമത്തിലുള്ള ഒരുപാട് കുട്ടികളും ഒക്കെ ഇതിനെ ആശ്രയിക്കുന്നുണ്ട്. വളരെ നീറ്റായിട്ടാണ് ഇത് ഈ ഒരു ഹോസ്പിറ്റൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ വീണ ചുള്ളത്തിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത്ര നേരം ശ്വാസം മുട്ടായിരുന്നു. നമുക്ക് കിട്ടേണ്ട സമയത്ത് ആവശ്യമുള്ള മെഡിസിനൽ കെയർ കിട്ടി ഹാപ്പിയാണ്. വട്ടവട ഹെൽത്ത് സെന്ററിൽ നിന്ന് ഇറങ്ങിയാണ്. ഇവിടെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ്. ഇറങ്ങി കഴിഞ്ഞു. പക്ഷെ എല്ലാ മെഡിസിൻ ഇവിടെ ഉണ്ട്. എല്ലാം നല്ല അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ മെഡിസിൻസും ഉണ്ട്. നല്ല ഫെസിലിറ്റി, നല്ല വൃത്തിയുണ്ട്. നല്ല വൃത്തിയാണ്, ക്ലീൻ ആണ്, ഹാപ്പിയാണ്. ഇതാണ് വട്ടവട ആരോഗ്യ ഹെൽത്ത് കേന്ദ്രം. 2 ഗവൺമെന്റ് സ്ഥാപനങ്ങളിലാണ് നമ്മൾ നിന്നത്. പാമ്പാടും ചോലയെക്കാളും നീറ്റാണ്. പാമ്പാടും ചോലയിലുള്ളതും ഒരു ഗവൺമെന്റ് സ്ഥാപനമാണ്, ഇതും ഒരു ഗവൺമെന്റ് സ്ഥാപനം. ഇവിടെ ഞങ്ങൾ ഹാപ്പിയാണ്. പാമ്പാടും ചോലയിൽ 5000-6000 രൂപ വാങ്ങിയിട്ട് ഒട്ടും വൃത്തിയില്ല. അതെനിക്ക് തോന്നുന്നു അവിടുത്തെ കെയർ ടേക്കർമാരൊന്നും പ്രോപ്പറായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാത്തതാണ്. ഗവൺമെന്റ് പ്രോപ്പറായിട്ട് അതിനെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്തിരുന്നെങ്കിൽ അവിടെ ആ പ്രോബ്ലം വരില്ല. അതൊരു കണ്ടന്റ് ആക്കി അതിനെ കണ്ടന്റ് ആക്കി അവിടെ ഹെൽത്ത് കെയറിലുള്ള എക്സ്പീരിയൻസ്. നല്ലൊരു ഡോക്ടർ, നല്ല സുന്ദരിയായ ഒരു ഡോക്ടർ. പക്ഷേ ഇതറിഞ്ഞെങ്കിൽ ഞാനും കൂടെ വരായിരുന്നു. എനിക്ക് ചെറിയ കൈവേദന തരുണ്ട്. അപ്പൊ ശരി.